ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ ഷോപ്പിൽ റിപ്പയറിന് വന്നിട്ടുള്ള പ്രീതിയുടെ ഒരു മിക്സിയാണ്. അതിൻ്റെ മോട്ടർ ഫുള്ള് ഡെഡായ മോട്ടറാണ്. അപ്പോൾ നമുക്ക് അതിലൊരു പുതിയ മോട്ടർ ഇൻസ്റ്റാൾ ചെയ്യണം. എങ്ങനെ നമുക്കൊരു പുതിയ മോട്ടർ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പ്രീതിയുടെ ഇക്കോവാർഡ് നിയോ പ്ലസ് എന്ന് പറഞ്ഞ മോഡൽ മിക്സിയാണ്. മിക്സിയുടെ ബാക്ക് കേസ് വളരെ ശ്രദ്ധിച്ച് അഴിച്ചെടുക്കുക. അതിനുശേഷം മോട്ടർ ബോഡിക്കുള്ളിൽ നിന്ന് ശ്രദ്ധിച്ച് റിമൂവ് ചെയ്യുക. ഈ മോട്ടറിൻ്റെ ആർമേച്ചർ ഫുള്ള് ഡെഡായതാണ്. അപ്പോൾ കസ്റ്റമർ നമ്മളോട് പറഞ്ഞത് ഈ മോട്ടർ ഫുള്ളായിട്ട് മാറ്റി വെക്കാനാണ്. അപ്പോൾ നമ്മൾ പുതിയൊരു മോട്ടർ എടുത്തിട്ടുണ്ട് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട്. മോട്ടർ നമ്മൾ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. മോട്ടർ വളരെ ശ്രദ്ധിച്ച് വേണം അഴിച്ച് എടുക്കാൻ വേണ്ടിയിട്ട്. അഴിച്ചെടുത്ത മോട്ടർ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പുതിയ മോട്ടർ എടുത്തിട്ടുണ്ട്. പ്രീതിയുടെ 750 വാട്ട്സ് മിക്സി മോട്ടർ തന്നെയാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. പുതിയ മോട്ടർ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കണക്ഷൻസ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മോട്ടറിൻ്റെ ഫീൽഡ് വൈൻഡിങ്ങിൽ നിന്നും 4 വയറാണ് പുറത്തേക്ക് വരുന്നത്. അതിൽ ഒരു ബ്ലാക്ക് വയറുണ്ട്, ഒരു വൈറ്റ്, യെല്ലോ, റെഡ് എന്നീ വയറുകളാണ് വരുന്നത്. അതിൽ ബ്ലാക്ക് വയർ കോമൺ വയറാണ്, അത് ന്യൂട്രൽ കണക്ഷൻ വരുന്നതാണ്. ബാക്കി 3 വയറുകളും മോട്ടറിൻ്റെ സ്പീഡ് വയറാണ്. 1, 2, 3 സ്പീഡിലേക്ക് വർക്ക് ചെയ്യുന്ന കണക്ഷൻസാണ്. എല്ലാ മോട്ടറിൻ്റെയും കോമൺ വരുന്നത് ബ്ലാക്ക് വയർ തന്നെ ആവണമെന്നില്ല. റെഡ് വയർ വരുന്ന മോട്ടറും ഉണ്ട്. അപ്പം വളരെ ശ്രദ്ധിച്ച് വേണം മോട്ടർ ഇൻസ്റ്റാൾ ചെയ്യാൻ. കണക്ഷൻസ് മാറി പോയിട്ടുണ്ടെങ്കിൽ മോട്ടർ ഷോർട്ട് ആവാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ ശ്രദ്ധിച്ച് ഇൻസ്റ്റാൾ ചെയ്യാം. മോട്ടറിൻ്റെ കേസിൽ മോട്ടർ സെറ്റ് ചെയ്യാൻ വേണ്ടി 4 റബ്ബർ ബുഷ് മോട്ടറിൻ്റെ കേസിൽ ഫസ്റ്റ് സെറ്റ് ചെയ്യണം. ആ റബ്ബർ ബുഷിൻ്റെ ഉള്ളിലേക്കാണ് മോട്ടർ ഫിക്സ് ആകേണ്ടത്. റബ്ബർ ബുഷ് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടർ ഓൺ ആകുന്ന സമയത്ത് വൈബ്രേഷൻ ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പം വളരെ ശ്രദ്ധിച്ച് ബുഷ് ഇൻസ്റ്റാൾ ചെയ്യുക. ബുഷ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം മോട്ടർ കൃത്യമായി ആ ബുഷിൻ്റെ ഹോളിലേക്ക് തന്നെ ഇറക്കി വെക്കാൻ ശ്രദ്ധിക്കണം. മോട്ടർ ബുഷിൻ്റെ ഹോളിൽ ഇരുന്നിട്ടില്ലെങ്കിൽ മിക്സി വർക്കാവുന്ന സമയത്ത് ഭയങ്കര വൈബ്രേഷൻ ഉണ്ടാവും. മോട്ടർ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം മിക്സി നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വെക്കുക. അതിന് ശേഷം കേസിലെ 4 സ്ക്രൂ നല്ല കൃത്യമായിട്ട് ടൈറ്റായി കൊടുക്കുക. സ്ക്രൂ കൃത്യമായിട്ട് ടൈറ്റായിട്ടില്ലെങ്കിലും മോട്ടർ വർക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കര വൈബ്രേഷൻ ഉണ്ടാവും. വൈബ്രേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഭയങ്കര വിറയലായിരിക്കും. ആ സമയത്ത് നമുക്ക് ഭയങ്കര ഒരു അരോചകത്വം ഫീൽ ചെയ്യും. 4 സ്ക്രൂവും ശ്രദ്ധിച്ച് ടൈറ്റ് ചെയ്യുക. 4 സ്ക്രൂവും ടൈറ്റ് ചെയ്ത ശേഷം മോട്ടറിൻ്റെ കണക്ഷൻസ് ഓരോന്നായി നമുക്ക് കൊടുക്കാം. കണക്ഷൻ കൊടുക്കാൻ വേണ്ടി 3 വയർ നമ്മൾ മോട്ടറിൽ നിന്ന് എടുക്കുന്നുണ്ട്. മോട്ടറിൽ നിന്ന് ഫസ്റ്റ് വൈറ്റ് വയർ എടുത്തിട്ട് മിക്സിയുടെ റോട്ടറി സ്വിച്ചിലേക്ക് സെറ്റ് ചെയ്യുക. റോട്ടറി സ്വിച്ചിൽ 1, 2, 3 സ്പീഡുകളാണുള്ളത്. അതിൽ ഫസ്റ്റ് വൈറ്റ് വയർ സെറ്റ് ചെയ്യുക. അതിനുശേഷം സെക്കൻഡ് യെല്ലോ ആൻഡ് റെഡ് വയറുകളാണുള്ളത്. അത് രണ്ടും വളരെ ശ്രദ്ധിച്ച് റോട്ടറി സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്ത ശേഷം ഓരോ ലൈനിലും അതിൻ്റെ ക്യാപ്പിട്ട് കറക്റ്റായിട്ട് അടച്ചു വെക്കുക. ക്യാപ്പ് ഇടുന്നത് എന്തിനാണെന്ന് വെച്ച് കണക്ഷൻസ് തമ്മിൽ ഷോർട്ട് ആവാതിരിക്കാൻ വേണ്ടിയാണ്. ഷോർട്ടായി കഴിഞ്ഞാൽ മോട്ടർ ഫുള്ള് ഡെഡാവും. കണക്ഷൻസൊക്കെ സെറ്റ് ചെയ്യുക. അതിനുശേഷം കോമൺ വയർ ബ്ലാക്ക് വയർ വരുന്നത് മോട്ടറിൻ്റെ ഓവർലോഡ് സ്വിച്ചിലേക്ക് സെറ്റ് ചെയ്യുക. അതിനുശേഷം സപ്ലൈ വരുന്ന വയറിൽ നിന്നും ബ്ലാക്ക് വയർ ഓവർലോഡ് സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യുക. അതിനുശേഷം എർത്ത് വയർ മോട്ടറിൻ്റെ കേസിലേക്ക് സെറ്റ് ചെയ്യുക. ശേഷം നമുക്ക് മോട്ടർ വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാവുന്നതാണ്. മോട്ടറിൻ്റെ കണക്ഷൻസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മോട്ടറിൻ്റെ ബോഡി നമ്മൾ കറക്റ്റായിട്ട് 4 സ്ക്രൂ ഇട്ട് സെറ്റ് ചെയ്യുക. അതിനുശേഷം മോട്ടർ നമുക്ക് ഓണാക്കി നോക്കാം. മോട്ടർ കൃത്യമായിട്ട് വർക്കാവുന്നുണ്ട്. 3 സ്പീഡിലും കറക്റ്റായിട്ട് വർക്കാവുന്നുണ്ട്.
കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് നമ്പർ 8606437818.